തിരുവചന പ്രദീപത്തിലൂടെ കഴിഞ്ഞ നാളുകളിൽ ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിൽ സ്നേഹബന്ധം. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ജീവന്റെ ഉറവിടവും ദാതാവും ദൈവമാണ്. ആ ദൈവമാണ് നമുക്ക് ജീവന്റെ വഴിയും കാണിച്ചു തരുന്നത്. ഒരിക്കൽ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കലെത്തുന്നില്ല. 16-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ പ്രതിപാദിക്കുന്ന ജീവന്റെ വഴി കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നമുക്ക് ആത്മീക ജീവൻ നൽകുവാനാണ് ക്രിസ്തു വന്നത്. കൊലോസ്യലേഖനം 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും എന്ന് വായിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു എന്ന് പറയണമെങ്കിൽ ക്രിസ്തുവിൽ നിന്നും നമുക്ക് ജീവൻ ലഭിച്ചിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമെന്ന്. ക്രിസ്തുവിൽ നിന്നും നമുക്ക് ജീവൻ ലഭിക്കുവാൻ കർത്താവ് തന്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകി. ഒരു കർത്തൃദിവസമായി ഇന്ന് നമുക്ക് ഓർക്കുവാനുള്ളത് ആ ജീവൻ നൽകിയ സ്നേഹമാണ്. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമായ സ്നേഹം വേറെയില്ല എന്ന് യോഹന്നാൻ 15:13 പറയുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ജീവൻ നൽകിയത് നാം സ്നേഹിതന്മാരായതുകൊണ്ടല്ല, നാം ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷെ മരിപ്പാൻ തുനിയുമായിരിക്കും. നാം നീതിമാന്മാരോ ഗുണവാന്മാരോ ആയിരുന്നില്ല. നമ്മുടെ അവസ്ഥയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നാം പാപികൾ, അഭക്തർ, ശത്രുക്കൾ, ബലഹീനർ എന്നിങ്ങനെയാണ്. പാപികൾ എന്ന നിലയിൽ നാം ദൈവത്തിൽ നിന്ന് വളരെ വിദൂരതയിലായിരുന്നു. പാപമാണ് നമ്മെ ദൈവത്തിന്റെ ശത്രുക്കളാക്കിയത്. ബലഹീനരായതിനാൽ നമ്മുടെ യാതൊരു പ്രവർത്തികൾ കൊണ്ടും പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നാം അഭക്തരുമായി തീർന്നു. നമ്മുടെ ഈ അയോഗ്യതകൾ ഒന്നും പരിഗണിക്കാതെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ തന്റെ ദിവ്യ സ്നേഹം നമ്മിൽ പകർന്നു. നാം അശക്തരും അഭക്തരുമായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബലഹീനതകളെ കർത്താവ് ഏറ്റെടുത്തു. ക്രൂശിലേക്ക് നാം നമ്മുടെ കണ്ണുകൾ ഉയർത്തുമ്പോൾ ക്ഷീണിതനും ബലഹീനനുമായ ക്രിസ്തുവിനെയാണ് കാണുന്നത്. ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് ഗത്സമന തോട്ടത്തിൽ കർത്താവ് പരീക്ഷണനായപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ശക്തീകരിച്ചതായി നാം വായിക്കുന്നു. സർവശക്തനായ കർത്താവ് ജീവന്റെ മേലും പ്രകൃതി ശക്തികളുടെ മേലും അധികാരമുള്ളവനാണ്. എന്തിന് പിശാചിന്റെ മേലും അധികാരമുള്ള കർത്താവ് ഇത്രമാത്രം ബലഹീനനായി തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, നിന്ദിച്ചും നിസാരനാക്കിയിട്ടും മറുത്തൊന്നും പറയാതെ എല്ലാം ശാന്തമായി സഹിച്ചു. ക്രൂശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടിവണ്ണ കലർത്തിയ വീഞ്ഞ് കുടിക്കുവാൻ വൈമനസ്യം കാണിച്ച കർത്താവ് ഒടുവിൽ പുളിച്ച വീഞ്ഞ് ഈസോപ്പ് തണ്ടിന്മേലാക്കി വായോട് അടുപ്പിച്ചു. അത് കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞ് തലചായിച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. പ്രപഞ്ചനാഥനായ ക്രിസ്തു ദാഹം ശമിപ്പിക്കുവാൻ വേണ്ടി യാചിക്കുന്ന അവസ്ഥ. നമ്മുടെ ആത്മദാഹം മാറ്റുവാൻ ക്രിസ്തു നമുക്ക് വേണ്ടി ദാഹിക്കുന്നു. യാതനാസ്ഥലത്തേക്ക് പോയ ധനവാൻ ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി യാചിച്ചുവെങ്കിലും ആ അഭിലാഷം പൂർത്തീകരിക്കപ്പെട്ടില്ല. നാം നരകത്തിൽ ദാഹജലത്തിനു വേണ്ടി കേണപേക്ഷിക്കേണ്ടവരായിരുന്നു. എന്നാൽ നമുക്ക് ജീവൻ നൽകുവാൻ, നമ്മുടെ ബലഹീനത മാറ്റുവാൻ അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നു എന്ന് എഴുതിയ വചനം നിവർത്തിയായി. ഇനി നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുവാൻ പോകുന്നു. അന്ന് നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നാം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ സമ്പാദ്യം എന്ന നിലയിൽ നാം എത്രമാത്രം നമ്മുടെ കർത്താവിനോട് കടപ്പെട്ടിരിക്കുന്നു. നമ്മെ ഈ നിലയിൽ സ്നേഹിച്ച, ജീവൻ നൽകിയ കർത്താവിന് സർവമഹത്വം അർപ്പിച്ച് ആ പാദത്തിൽ വീണ് ആരാധിക്കാം. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ തൃപാദത്തിലേക്ക് അടുത്തു വരുവാൻ, ഞങ്ങൾക്ക് അങ്ങേ ആരാധിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന വലിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ജീവനറ്റ പാപികളായിരുന്നു, എന്നാൽ ജീവൻ നൽകി ഞങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ബലഹീനരായി തീർന്ന കർത്താവ്, ഞങ്ങളുടെ ബലഹീനതകളെ ചുമന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ദാഹിച്ച കർത്താവ്, ഞങ്ങളുടെ ആത്മദാഹം മാറ്റിയതുകൊണ്ട് സ്തോത്രം. ഇന്ന് ഞങ്ങൾക്കായി പിതാവിന്റെ അടുക്കൽ പക്ഷപാതം ചെയ്യുന്നുവെങ്കിലും ഞങ്ങളുടെ ജീവനായ ക്രിസ്തു ഒരിക്കൽ വെളിപ്പെടുമെന്ന് ഞങ്ങളും തേജസ്സിൽ അങ്ങയോടുകൂടെ വെളിപ്പെടുവാൻ പോകുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.